തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ച സംഭവത്തിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്ന് ക്ഷേത്രം സന്ദർശിക്കും. സുരക്ഷാ പിഴവ് ഉണ്ടായിട്ടില്ല, ആളുകൾ തള്ളിക്കയറിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. പറയൂ റഹീസ്, ഗുഡ് മോർണിംഗ്. SKN ഇന്നലെ രാത്രി ഒരു 8:30 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. തിരുപ്പതി ക്ഷേത്രത്തിൽ ഈ വൈകുണ്ഠ ഏകാദശി ദർശനവുമായി ബന്ധപ്പെട്ട് നാളെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ഒരു 10 ദിവസം അവിടെ ഭക്തജനങ്ങളുടെ പ്രവാഹമായിരിക്കും. അടുത്ത 3 ദിവസത്തേക്കുള്ള ടിക്കറ്റുകൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിരുപ്പതി ദേവസ്ഥാനം 92 കൗണ്ടറുകൾ ആകെയായി തിരുപ്പതിയിൽ ഏർപ്പെടുത്തിയിരുന്നത്. അതിൽ കൗണ്ടറുകളിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 6 പേർ മരിച്ചത്. ഇതിൽ 5 പേരും സ്ത്രീകളാണ്. ഒരു പുരുഷനും 6 സ്ത്രീകളും ഉൾപ്പെടെ, അങ്ങനെ 5 സ്ത്രീകളും ഉൾപ്പെടെ 6 പേരാണ് ആകെ മരിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. കാര്യം കഴിഞ്ഞ വർഷം വരെയും തിരുപ്പതി ക്ഷേത്രത്തിന് സമീപത്തായി മലമുകളിലായിരുന്നു ഇത്തരത്തിൽ ടോക്കണുകൾ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അത് താഴേക്ക് മാറ്റുകയും കൗണ്ടറുകളിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തു. സത്യത്തിൽ ഇന്ന് രാവിലെ 5:30 കൂടി മാത്രമാണ് ഇത്തരത്തിൽ ടോക്കണുകൾ വിതരണം ചെയ്യാനിരുന്നത്. പക്ഷേ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ ഭക്തജനങ്ങളൊക്കെ തന്നെയും ഈ ക്യൂവുകളിലായിരുന്നു. അപ്പോൾ ശേഷം ഇന്നലെ രാത്രിയോടുകൂടി ഇവർ ഈ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇരച്ചു കയറി. അപ്പോൾ അത്തരത്തിലുണ്ടായ ഒരു അപകടമാണ്. അവിടെ മതിയായ പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. 92 കൗണ്ടറുകളിലായി 1,20,000-ലധികം ടിക്കറ്റുകൾ വിതരണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകേണ്ട ഒരു സുരക്ഷ ഉണ്ടായിരുന്നോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് ദേവസ്ഥാനം നൽകുന്ന ഒരു മറുപടി അവിടെ പോലീസിന്റെ കൃത്യമായ സാന്നിധ്യം ഉണ്ടായിരുന്നു, പക്ഷേ ആളുകൾ നിയന്ത്രിക്കാൻ കഴിയാത്ത വണ്ണം അവിടേക്ക് ഇടിച്ചു കയറി, അതുകൊണ്ടാണ് ഒരു അപകടം ഉണ്ടായത് എന്ന് പറയുന്നു. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഈ ദേവസ്ഥാനവുമായി ചർച്ച നടത്തും. ഒപ്പം മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കാണും. ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന 20-ലധികം പേരുണ്ട്, അവരെ സന്ദർശിക്കും. ഒപ്പം തന്നെ ഈ പറയുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അങ്ങനെ അത്തരത്തിലൊരു അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷം ഒന്നടങ്കം ഇപ്പോൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. കാരണം സമീപ സ്ഥാനത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അപകടമാണ് ഇപ്പോൾ തിരുപ്പതിയിൽ ഉണ്ടായിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു.